ഹലോ അസ്സലാമു അലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ മുന്നേ വീടൊക്കെ ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ജീരകമൈലാഞ്ചി കാണിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ചോക്കുന്നതാണ്. അപ്പം അത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാമല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പെരുന്നാളിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ആക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്, മാത്രം ഒന്നും നടന്നിട്ടില്ല കേട്ടോ. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കൂലല്ലോ. ഞാനിത് എഡിറ്റിങ് കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചതാണ്, ഇനി വോയിസ് കൊടുക്കാനും മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രൊമോഷൻ ഇവിടെ റെസ്റ്റോറൻറ്റ് പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടണം, കാര്യം അവർക്കും പെരുന്നാളിന് ഇവിടെ ലീവല്ലേ. അപ്പം നിങ്ങൾ വീഡിയോ ഇട്ടാലാന്ന് നമുക്ക് പിന്നെ ആൾക്കാർ കാണുമല്ലുള്ളൂ. അപ്പം അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് പറ്റുമെങ്കിൽ ഇടിയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പെരുന്നാളിന് എന്തായാലും നമ്മൾ തിരക്കാവുമല്ലോ. അതിൻ്റെ രണ്ടാം പെരുന്നാൾക്കാണ് ഞാൻ ആ ഒരു പ്രൊമോഷൻ വീഡിയോ തന്നെ ഇട്ടത്. അപ്പം അതിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങും ഈ ഒരു ഫുഡിൻ്റെ ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ എഡിറ്റാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോസ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാഞ്ഞത്. പിന്നെ ഇത് കൂടാതെ തന്നെ എനിക്ക് ബേജാറാവുന്ന ഈ പെരുന്നാളപ്പത്തിൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ്, അതും എഡിറ്റിംഗ് ഒന്നും ആക്കിയിട്ടില്ല. ഇത് അപ്ലോഡ് ആക്കിയിട്ട് അത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതെടുത്തതിൻ്റെ ശേഷം കേട്ടോ ആ ഒരു വീഡിയോ എടുത്തത്. അതും എനിക്ക് പറ്റിയിട്ടില്ല. അതായത് ഇവിടുത്തെ പെരുന്നാളിൻ്റെ അന്നെങ്കിലും എനിക്ക് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു, ഇനി ഒന്നും നടന്നിട്ടില്ല. സോറി കേട്ടോ, ആദ്യം തന്നെ നിങ്ങളടുത്ത് സോറി ചോദിക്കാമെന്ന്. പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഈദ് മുബാറക്ക് കിട്ടാം. പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നില്ലേ ഞാൻ ബിരിയാണി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും തന്നെ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ അന്നാണ് ഞാൻ ആ ഒരു റെസിപ്പി ചെയ്യുന്നുള്ളത്. അപ്പം മുഹബത്ത് ബിരിയാണി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ ബിരിയാണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ, അപ്പം വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, രാത്രി അത് മതിയെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി എല്ലാം സെറ്റാക്കിയിട്ട് ഞാനിതാ ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനില്ലേ മാറാല തട്ടലാന്ന് കേട്ടോ. ആ ഫാനുമ്മലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അപ്പോൾ പൊടിയായല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഫാനുമ്മലെല്ലാം പെട്ടെന്ന് പൊടിയാവലുണ്ട്. അപ്പം ആദ്യമില്ലേ അതെല്ലാം തട്ടിക്കൊട്ടിയിട്ട് പൊടിയും മാറാലിയും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറില്ലേ നമ്മളെ സോഫയിലുള്ള ചെറിയ പില്ലോ, അപ്പോൾ അതിൻ്റെ കുഷ്യൻ്റെ കവറെല്ലാം റിമൂവ് ആക്കലിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമല്ല പിന്നെയും നമ്മൾ കവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മാറാല തട്ടുന്ന അതെല്ലാം ആ ഒരു കവറില്ലാത്തമൊക്കെ വീകല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റൊന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം തട്ടിക്കൊട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. ഇത് കണ്ട, ഇതിപ്പോൾ ഫാനുമെന്ന് മാത്രം കിട്ടിയത്, അത്രയും പൊടിയുണ്ട് കേട്ടോ കിട്ടിയത്, നല്ല പൊടി ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് നിന്നിട്ടുള്ളത് ചോറെല്ലാം തിന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. ചോറ് സെറ്റാക്കി വന്ന് പിന്നെ ഫാദർ വന്ന് എന്നിട്ട് പിന്നെ ചോറ് വേവിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചൻ്റെ ശേഷമാണ് കേട്ടോ ഇതെല്ലാം ക്ലീൻ ആക്കുന്നുള്ളത്. പിന്നെ ഇങ്ങനെല്ലാം ക്ലീൻ ആക്കുമ്പോഴേ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ പെട്ടെന്ന് നമുക്ക് പണി തീരുന്ന പോലെ ചെയ്യാൻ ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞു തരാം. എല്ലാവരും ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ. നമുക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. TV ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും ഖുർആനത്തോ അല്ലെങ്കിൽ അർത്ഥം പറയുന്ന പരിഭാഷയല്ലേ അത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് കാറാ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടം അത് വെക്കുക TV-യിൽ. എന്നിട്ട് കുറച്ച് സൗണ്ടിൽ വെച്ചിട്ട് ഈ ഒരു പണികളെല്ലാം ചെയ്യട്ടോ. ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തീരുന്ന പോലെ ആലുണ്ട്. പിന്നെ മനസ്സിനും ഭയങ്കര സന്തോഷവും. ഇത് നമ്മളില്ലേ ഒരു മൂഡ് ഓഫ് ആക്കിയിട്ട് എല്ലാ പണിയെടുക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്നൊന്ന് പണി തീർന്നാൽ മതിയെന്ന് വിചാരിക്കുമ്പോഴും നമുക്കെന്തോ ഒരു ഭാരം പോലെ ആയിരിക്കും കേട്ടോ ഈ പണികളെല്ലാം ഉണ്ടാവൽ. പക്ഷെ നമ്മളെ മനസ്സിന് എൻജോയ് ആക്കുന്നതും എന്തെങ്കിലും നമ്മൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പണി വലിയ ഭാരമായിട്ടും തോന്നൂല, നല്ല സന്തോഷത്തിൽ ചെയ്യട്ടോ. ഏതൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഫീൽഡായാലും നമ്മൾ കിച്ചണിലായാലും ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കറിക്ക് വേറെ തന്നെ ടേസ്റ്റാണ്. നല്ല സന്തോഷത്തിൽ ചെയ്യുന്ന ആ ഒരു കറിക്ക് വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതെൻ്റെ ഉമ്മ എപ്പോഴും പറയലുണ്ട്.
ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു ദോശ, നീർദോശയല്ലേ, അത് നമ്മൾ ചുടാന്ന്. അപ്പം ദേഷ്യം പിടിച്ചിട്ട് ഉമ്മ വിളിക്കും, മോളെ ഈ ദോശ ഒന്ന് ചുട്ടാ. ദേഷ്യം പിടിക്കും നമുക്ക്. വേറെ എന്തെങ്കിലും ഫോണുമ്മ കളിച്ചിട്ടാ നമുക്ക് എന്തെങ്കിലും നമ്മൾ പണിയിലായിരിക്കും. അപ്പോൾ ഉമ്മാർ വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുന്നത്. അപ്പോൾ ഉമ്മാർ അതുവരെ ചുട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ദോശ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ ദോശ ചുടുമ്പം സാധാരണ നോർമൽ ദോശയല്ലേ, നീർദോശ, അത് ചുടുമ്പോൾ ചിലപ്പോൾ ചട്ടി കിട്ടേയില്ല. എന്നിട്ട് ചട്ടകം വെച്ചിട്ട് വലിച്ചിട്ടും കുടിച്ചിട്ടും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് 2 മേട്ടെല്ലാം കിട്ടും. ലാസ്റ്റ് ചട്ടിയെല്ലാം പെടക്കാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഉമ്മെല്ലാം അങ്ങനെല്ലാം ആക്കിന് കേട്ടോ. അതെന്ത്, നമ്മൾ അതിനോടുള്ളൊരു കൂറ് പുലർത്തുന്നില്ല. കൂറ് പുലർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്കൊരു എന്താ പറയുക, ഇത് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്, അപ്പം നല്ല രീതിയിൽ നമ്മൾ മനസ്സ് പോലെ തന്നെ ആ ഒരു ദോശ കിട്ടും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഇഷ്ടമില്ല ഈ പണിയെടുക്കാൻ, അങ്ങനെ കിട്ടുള്ളൂ ആ ദോശ. അത് ഏത് ഫീൽഡിലായാലും കേട്ടോ. അപ്പം ഫുഡാക്കുന്നതായാലും ക്ലീൻ ആക്കുന്നതായാലും നമ്മൾ മനസ്സുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യുക. നല്ല ഇഷ്ടത്തോടു കൂടി ഏത് പ്രവൃത്തിയും ചെയ്താൽ നമുക്ക് എൻജോയ് ആക്കിയിട്ട് വലിയ ഭാരമില്ലാതെ നമുക്ക് ഏത് പണിയും എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സാധനമല്ലേ ഏത് റൂമിലായാലും കൂടുന്നതിനനുസരിച്ച് എല്ലാം നമ്മളൊന്ന് തട്ടിക്കൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പൊടിയായ്മല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും ഏതൊരു സാധനം. അപ്പം ഞാൻ അതിനോട് പറയല, സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഹോളിൽ കുറേ സാധനം ഉണ്ട് കേട്ടോ. ടി.വിൻ്റെ സ്റ്റാൻഡ്, പിന്നെ കുറേ ഗ്ലാസ്സായിട്ടും കുറച്ച് സ്ഥലം ഉണ്ടായതുകൊണ്ട് എല്ലാം നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊടിയാകുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ എല്ലായിടത്തും കൈ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലോണം പൊടി പിടിച്ചിട്ട് എന്തോ പോലെ ആവും. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഇതെല്ലാം നല്ലോണം പൊടിയുണ്ട്. നമ്മൾ ദിവസം ഇങ്ങനെ ക്ലീൻ ആക്കൂലേ, അപ്പം എന്താണ് പൊടി കാണുന്നത് അതെല്ലാം ഞാനിങ്ങനെ തുടച്ചിട്ടെടുക്കലുണ്ട് കേട്ടോ. മിററായാലും ടി വി വെക്കുന്ന സ്റ്റാൻഡായാലും അതിന്മേൽ പൊടി കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കലുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ മുന്നേ നമുക്ക് ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. ഈ ഒരു ഫ്രെയിം കണ്ട, ഇതിൽ ഞാനില്ലേ 2-3 ഫ്ലവറെല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കണ്ട, ഈ 2 ഒഴിവാക്കിയിട്ടാണ്, ഇതെന്തോ മാതിരിയാന്ന്. പിന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ടെല്ലാം വെച്ച്. പിന്നെ നമുക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡെല്ലാം കിട്ടീനല്ലേ ടിക്ടോക്കിൽ, അപ്പം അതും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ക്ലോക്ക് നേരാക്കിയിട്ട് വെച്ചില്ലേ, അതിൽ ബാറ്ററി ഇല്ലേന് കേട്ടോ. കുറേ ദിവസമായി ഇടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിമക്ക് കൈയെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ക്ലീൻ ആക്കിയല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് മറക്കാതെ തന്നെ ബാറ്ററി എല്ലാം ചേഞ്ച് ആക്കിയിട്ട് ടൈമെല്ലാം കറക്റ്റായിട്ട് വെക്കാമെന്ന്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 5:10 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച്. പിന്നെ അതാ കുറേ ഫ്രെയിം ഉണ്ട് കേട്ടോ ഈ ഒരു റൂമിൽ. അപ്പം അതിമലെല്ലാം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. ഞാൻ ബാൽക്കണീൻ്റെ ഡോറൊന്നും ഇപ്പോൾ ഓപ്പൺ ആക്കുന്നേ ഇല്ല, ഡ്രസ്സ് ആർത്തിടാനും മാത്രം ഓപ്പൺ ആക്കുന്നില്ല. ഓടുന്ന പൊടി വരുന്നതൊന്നും ഒരു പൊടുത്തില്ല. പക്ഷേ എല്ലായിടത്തും നല്ലോണം പൊടി ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ ഇപ്പോൾ ഫ്രെയിമൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടെല്ലാം വെക്കലാം. പിന്നെ നിങ്ങളിപ്പോൾ നമ്മളെ പുരയൊക്കെ ആകുമ്പോൾ കുറേ നന്നാക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ മുന്നേ തന്നെ ഫ്രീ ഉണ്ടാവും. ഫ്രീ എന്ന് പറഞ്ഞാൽ ഉച്ചൻ്റെ ശേഷം ജസ്റ്റ് ഒരു ഫ്രീ ഉണ്ടാവില്ല. അപ്പം കുറച്ച് അതായത് ഒരു റൂം ആദ്യം നന്നാക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ഒരു റൂം നന്നാക്കുക. ഫുള്ളായിട്ടൊരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയൂലല്ലോ ഒരു ദിവസം തന്നെ മുഴുവനായിട്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ടാവും, കുട്ടികളുണ്ടാവും, കുട്ടികളെ കാര്യം നോക്കാനുണ്ടാവും, അങ്ങനെ കുറേ പണികളുണ്ടാവുമല്ലോ. കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് പ്രത്യേകിച്ചിട്ടാണ്. കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ കുട്ടികളുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ക്ലീനിങ്ങും പിന്നെ എല്ലാം ഫുഡ് ഉണ്ടാക്കലും കുട്ടികളെ നോക്കലും അവരെ സ്കൂൾക്ക് പറഞ്ഞയക്കലും എല്ലാം കൂടെ ആകുമ്പം ഭയങ്കര തിരക്ക് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ടൈം എപ്പോഴാണ് ഫ്രീ ഉള്ളത് അപ്പം കുറച്ച് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പരിയിലെല്ലാം ആകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരമായിട്ടൊന്നും തോന്നില്ല. ഞാനിപ്പം എനിക്കിപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ ഞാനെപ്പോൾ വിചാരിക്കുന്നത് അപ്പോഴെല്ലാം നമുക്ക് എപ്പം വേണമെങ്കിലും പണിയെടുക്കാമല്ലോ. അതേപോലെ അല്ല കേട്ടോ കുട്ടികളുള്ളവർ. പിന്നെ പ്രത്യേകിച്ചിട്ട് ഫ്ലാറ്റും വീടും കൂടെ കുറേ വ്യത്യാസമുണ്ട്. വീട്ടിലാവുമ്പോൾ മുറ്റുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, കുറേ ഉണ്ടാവും ക്ലീൻ ആക്കാൻ. പിന്നെ ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്കൊരു ഹാളും ഉണ്ട്, ഒരു റൂമും ഉണ്ട്, ഒരു കിച്ചണും ഉണ്ട്. അപ്പം അതിൽ
വീട്ടിലത്തെ ഇതുപോലത്തെ തട്ടിക്കൊട്ടിലെല്ലാം ഒരു 2 ആഴ്ച മുന്നേ തന്നെ കുറച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ നല്ലത്. ഇപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയല്ലേ സ്ഥലമുള്ളൂ. പക്ഷേ അല്ലേ കുറേ സാധനങ്ങളുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനം ഉണ്ടാവും. ആ സാധനത്തിന്മേൽ മൊത്തം നല്ലോണം പൊടിയുണ്ടാവും. അതെല്ലാം തുടക്കാൻ ഭയങ്കര പണിയാണ്. ഇതിപ്പം ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലാസും, അതായത് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഗസ്റ്റെല്ലാം വന്നാൽ എടുക്കുന്ന ഗ്ലാസ്, പിന്നെ സ്പ്രേ, അങ്ങനത്തെ എല്ലാം വെക്കൽ ആടേന്. അപ്പം സ്പ്രേൻ്റെ ബോട്ടിൽസ് എല്ലാം കുറേ തീർന്നതെല്ലാം ഉണ്ട്. അപ്പോൾ വെണ്ണയെ അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ തന്നെ വെക്കൂട്ടോ. പിന്നെ ഒഴിവാക്കൽ മറന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനതെല്ലാം എടുത്തിട്ട് വേണ്ടാത്ത, അതായത് ഒഴിവായതില്ലേ സ്പ്രേ തീർന്നത്, അപ്പോൾ അത് ഓഫീസിൽ പോകുമ്പോൾ അടിക്കുന്നതാണ്. പിന്നെ അവിടെ തന്നെ വെക്കും. പിന്നെ മറന്നിട്ട് ആ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ കുറേ വെച്ചിട്ടുണ്ടാവും സ്പ്രേ ആയാലും ആ ബോട്ടിൽ ഒഴിവായതെല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എടുക്കുന്ന ഈ ഒരു ബോഡി ലോഷന്, അതുപോലെ സ്പ്രേ, ഇതിമലൊന്നും അങ്ങനെ പൊടിയൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം നമ്മളെപ്പോഴും എടുക്കുന്നതല്ലേ. എപ്പോഴും എടുക്കാത്തിമലാണ് നല്ലോണം പൊടി. അതുപോലെ ചെയർമലൊന്നും നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതിമലൊന്നും അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ഷോക്ക് വേണ്ടിയിട്ട് വെക്കുന്നില്ലേ, പിന്നെ അതേപോലെ തന്നെ യൂസ് ആക്കാത്ത ഗ്ലാസ്, ഇതെല്ലാം അതിമലൊക്കെയാണ് കേട്ടോ നിറച്ച് പൊടിയുള്ളത്. ഈ ഒരു തട്ടിക്കൊട്ടലെല്ലാം ഞാൻ തുടങ്ങിയത് വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച മുതൽ ഫാദുവിന് പെരുന്നാളിൻ്റെ ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പം ഫാദു ഉണ്ടാകുമ്പോഴല്ലേ ചിലപ്പോൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകേണ്ടി വരും ഈ ഒരു പണീൻ്റെ അടിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് വ്യാഴാഴ്ച തന്നെ മുഴുവനായിട്ട് ഇതുപോലെ പൊടി തട്ടലും തുടക്കലും എല്ലാം കഴിച്ചിട്ട് മിണ്ടാതിരുന്നാൽ പിന്നെ വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ തലേന്നല്ലേ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് അങ്ങനെ അതും പിന്നെ ലേറ്റ് ആയത് കേട്ടോ. അതാ പറഞ്ഞത്, ഞാൻ മുന്നേ പറഞ്ഞില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു ബോഡി ലോഷനില്ലേ, അപ്പം സെറ്റാഫീലിൻ്റെ കുറച്ച് മോയ്സ്ചറൈസർ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അതിൽ ഇങ്ങനെ കിട്ടുന്നില്ലേന്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക കുത്തനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഞാൻ എന്താക്കലെന്ന് അറിയാം, ഇങ്ങനത്തെ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ബോഡി ലോഷൻ്റെ ആ ഒരു ടിന്നിലേക്ക് ഫുള്ളായിട്ട് കുറച്ച് എല്ലാത്തിലും ബാക്കി ഉണ്ടാവില്ലേ ഇതേപോലെ, അപ്പം അതിലേക്ക് ഒഴിച്ചേക്കലാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ മോയ്സ്ചറൈസറാ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളതുണ്ടാവില്ലേ, ഈ ഒരു വേറൊരു മോയ്സ്ചറൈസറിൻ്റെ ബോക്സ്, ഇതെല്ലാം ബാക്കിയുള്ളതുണ്ടാവില്ല, അതെല്ലാം ഒന്നിലേക്കാക്കിയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് വെക്കലാട്ടെ. കുറേ ടിന്നി ഇങ്ങനെ വെക്കലില്ല, എന്നിട്ട് ഒന്നൊന്ന് യൂസ് ആക്കല. ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ദിവസമാവും കേട്ടോ അതെല്ലാം ചെയ്യൽ. ഈ ഒരു ഫോട്ടോ നോക്കല്ല, ഫാദുവിന് താടി മീശയൊന്നും ഇല്ലാത്ത ഈ ഫോട്ടോ ഫാദുവിൻ്റെ ഫസ്റ്റ് പാസ്പോർട്ടിൻ്റെ സൈസ് ഫോട്ടോസാണ്. ഇതിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നതായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ പാട് ഫാദു ഇങ്ങോട്ട് വരുമ്പോൾ തന്നതായിരുന്നു. അത് ഞാൻ എപ്പോഴും ബാഗിലിട്ടിട്ട്, ഏത് ബാഗാണ് ഞാൻ യൂസ് ആക്കൽ അതിലുണ്ടാവും കേട്ടോ. എപ്പോഴായാലും ആ ഒരു ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ബാഗ് ചേഞ്ച് ആക്കിയപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നോക്കിയതാ. എന്നിട്ടിപ്പം ബാഗിൽ തന്നെ വെച്ചിട്ടാണ്. നാട്ടിലാകുമ്പം എപ്പോഴായാലും എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ ഈ ഒരു 2 തട്ടുള്ള സെറ്റ് പാത്രം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഷാർജ എക്സ്പോ സെൻറ്ററിൽ നിന്നാണ്. 10 ദിർഹത്തിന് കിട്ടിയതാണ്. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഈദിനേറ്റെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പെരുന്നാളപ്പം ഉണ്ടാക്കിയിട്ടെല്ലാം അതിലിങ്ങനെ വെക്കൽ. ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പം അതിലിങ്ങനെ എന്തെങ്കിലും അപ്പങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കുമ്പം നല്ല രസമായിട്ടോ ഫോട്ടോസിലെല്ലാം കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ അപ്പെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് അപ്ലോഡ് ആക്കിയതിന് ശേഷം അടുത്തത് പെരുന്നാളപ്പത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ. പിന്നെ എല്ലാ പെരുന്നാൾക്കും ഇതിനില്ലേ പർച്ചേസിങ് വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗെല്ലാം ഇടലുണ്ട്. ഈ ഒരു പെരുന്നാൾക്ക് നമ്മൾ അങ്ങനെ പർച്ചേസിങ്ങിന് ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല. പിന്നെ ഒരു ഡ്രസ്സ് ഞാൻ പെട്ടെന്ന് എടുത്തതായിരുന്നു കേട്ടോ. ആ ഒരു ഷോപ്പിൽ ഇങ്ങനെ കണ്ടപ്പം അതും കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടുമാണ്, ഒരു ഇൻട്രസ്റ്റും ഇല്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാദും ഫൗസാനെല്ലാം പിന്നെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും പോയിട്ടില്ല. അവർ രാത്രി കസിൻസിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പം വ്ളോഗൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈദിൻ്റെ ഷോപ്പിംഗ് വ്ളോഗൊന്നുമില്ല. ഞാൻ ഈദിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈദിൻ്റെ വ്ളോഗും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളാ പെരുന്നാളപ്പത്തിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമ്മളെ ഈദിൻ്റെ വ്ളോഗായിരിക്കും കേട്ടോ.
പിന്നെ കുറേ ആൾക്കാരില്ലേ, ഞാൻ ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടില്ല, ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്താ ഈ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്ത് സൗണ്ട് ഇങ്ങനെയെന്നെല്ലാം. അപ്പോൾ എനിക്കില്ലേ ഭയങ്കര കഫക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ രാത്രി ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. ഫാദു എപ്പോഴും പറയലുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, ഇങ്ങനെ ജലദോഷം പനി ഇതെല്ലാം വരുമ്പം ഇങ്ങനെ കിടക്കരുത്, കിടക്കുമ്പോഴാണ് ഇങ്ങനെ കൂടി വരൽ. നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, എന്താ വെച്ചാൽ എന്തെങ്കിലും എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ നീ മനസ്സ് കൊടുക്കുക, അപ്പം ജലദോഷം പെട്ടെന്ന് മാറും. നീ ഇങ്ങനെ കിടക്കുമ്പോൾ മാറല, അതങ്ങനെ കൂടി വരികയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് ഫാദർ എപ്പോഴും പറയുന്നതാണ്. അത് മുന്നെല്ലാം എനിക്കില്ല സത്യം പറഞ്ഞാൽ ചെറിയൊരു ജലദോഷം വന്നാൽ ഞാൻ തളരുന്ന ആളാണ് കേട്ടോ. തളരാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്താ പറയുക ക്ഷീണിച്ചിട്ട് കിടന്നിട്ടായിട്ടുണ്ടാവും, അങ്ങനെ തളാന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഫാദർ തന്നെ എന്നെ മാറ്റിയത്. ഫാദർ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്ന വാക്കാ, എന്തസുഖമായാലും വരുമ്പോൾ നമ്മൾ കരുത്തോടു കൂടി മനസ്സിന് കൊടുക്കരുത്, ആ ഒരു എന്തായാലും മനസ്സിന് കൊടുക്കരുത്, അത് മാറും എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തിലെങ്കിലും നീ എന്തെങ്കിലും ബിസിയിൽ അല്ലാതെ ഇങ്ങനെ ചടഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരി തന്നെയാണ് കേട്ടോ, കറക്റ്റാണ്. എനിക്ക് ഫസ്റ്റെല്ലാം അങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പം എനിക്കങ്ങനെയല്ല കേട്ടോ, പെട്ടെന്ന് മാറുന്നുണ്ട് അൽഹംദുലില്ലാ. അത് നമ്മളെ മനസ്സിൻ്റെ കരുത്ത് തന്നെയെന്ന് പിന്നെയാണ് കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഇപ്പം ഫാദർ എപ്പം എൻ്റെ അടുത്ത് പറയലുണ്ട് കേട്ടോ, ഇപ്പോൾ കൊണ്ടുപോകും നിൻ്റെ പനി 1 ദിവസം 2 ദിവസം ഉണ്ടാവും, അപ്പം എന്നെ മാറുന്നല്ലോ. പണ്ടെല്ലാം അല്ലോ നീ ഇങ്ങനെ കിടക്കലാന്ന്, എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിട്ട് മരുന്നെടുക്കലും എത്ര മരുന്ന് കുടിച്ചാലും മാറേല, അങ്ങനെ കിടന്നുകൊണ്ടുള്ളതല്ലേനാ. ഇപ്പം എങ്ങനെ പെട്ടെന്ന് മാറുന്നെന്നെല്ലാം പറയൂ കേട്ടോ. അങ്ങനെ വലിയ ഡയലോഗെല്ലാം അടിക്കലുണ്ട്. ഈ ഒരു ഭാഗത്താണ് മിറർ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം മിറർ ഞാൻ എടുത്തിട്ടുണ്ട് മാറ്റിയിട്ടാണ്. മിറർ എപ്പോഴും ഞാനിങ്ങനെ തുടക്കലുണ്ട്, പൊടി വരുമ്പോൾ നമുക്ക് കാണുന്നല്ലേ. പക്ഷെ അതെടുത്തിട്ട് അവിടെ നിന്നും പൊടി തട്ടലില്ല, നല്ലോണം പൊടി ഉണ്ട് കേട്ടോ അവിടെ എല്ലാം. ഈ വീഡിയോയിൽ കാണാനില്ല, പക്ഷെ നല്ല പൊടിയുണ്ട്. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ മാത്രം, നല്ല പൊടിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഈ ഒരു പൊടിക്കെല്ലാം ജീവനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പോഴോ തച്ചി കൊന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് ചൊടി വരുന്നുണ്ട് എനിക്ക്, ഇത്രയും പൊടിയുണ്ട്. പക്ഷെ ഞാനിവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട് ഒന്ന് TV-ൻ്റെ സ്റ്റാൻഡ് നോക്കുമ്പോൾ അവിടെ പിന്നെയും ഇങ്ങനെ പൊടി വന്നിട്ടുണ്ടാവും. ബ്ലാക്ക് അല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കാണുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ പൊടീനെ. എന്താക്കാൻ, ഇങ്ങനെ കാണുമ്പോൾ തുടക്കാന്നല്ലാതെ വേറെന്തും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളതിൽ കുറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഓരോ റെസിപ്പീസ് ചെയ്യുമ്പോഴും നിങ്ങൾ അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കലുണ്ട് കേട്ടോ. എനിക്ക് യൂട്യൂബിൽ അത് കമൻ്റ് ആയാലും ഇൻസ്റ്റയിലായാലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് റെസിപ്പി ചെയ്തിട്ട് ഫോട്ടോസ് എല്ലാം അയച്ച് തരലുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നലെ ഞാനൊരു ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടതാണ്, ഇന്നലെ അല്ല 2-3 ദിവസമായി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എനിക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളത് പറയുമ്പോഴും ഫോട്ടോസെല്ലാം സെൻഡ് ആക്കുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം ഫാദറിൻ്റെ തൊപ്പിയാണ് കേട്ടോ, ക്യാപ്പാണ്. കുറേ ഉണ്ട് കേട്ടോ, പക്ഷേ കുറേ ഉണ്ടാവും. ആരെങ്കിലും തലേന്ന് എടുക്കും, എവിടെയെങ്കിലും പുറത്ത് പോകുമ്പം ആരെങ്കിലും എടുക്കും, പിന്നെ അത് കാണാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായതെല്ലാം ഉണ്ടാവും. പിന്നെ ഫാദറിൻ്റെ തലേന്ന് എടുത്തിട്ട് അവർ വെക്കും, അങ്ങനെ പിന്നെ അത് കാണലില്ല. അപ്പം എത്ര വാങ്ങിച്ചാലും വാങ്ങുമ്പോൾ 2-3 എണ്ണം വാങ്ങും, പക്ഷേ ഇതാ ഇത്രയേ ഉള്ളൂ. ഇതിനിട്ട് എപ്പോഴും ഇത്രയേ ആയിട്ടുള്ളൂ. കുറേ ഉണ്ടായിട്ടാ, കുറേ മോഡൽ. ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പുറത്ത് പോകും എല്ലാം മറന്നിട്ട് വരുന്നത്, എവിടെയെങ്കിലും വണ്ടിയിൽ വെച്ചിട്ടാ, അല്ലെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചാൻ പോയ അവിടെ വെച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് വരുന്നു. പിന്നെ മറന്നിട്ട് ഇപ്പം നാട്ടിൽ തന്നെ 2 എണ്ണം മറന്നിട്ട് വന്നിട്ടുണ്ട്. ഞാനെല്ലാം പുറത്ത് പോകുമ്പം ഭയങ്കര മറവിയാണ് കേട്ടോ അപ്പോൾ അതിന്. അങ്ങനെ അത്രേ കളക്ഷനുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെച്ച് ഇനിയിപ്പോൾ അതാ സോഫ എടുത്തിട്ടൊന്ന് നീക്കിയിട്ടെല്ലാം വെക്കണം. ഈ ഒരു സോഫെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ട് അടിച്ചിട്ട് കുറേ ആയിന് കേട്ടോ. നമ്മളെ ചെറിയ പെരുന്നാളിൻ്റെ മുന്നേ ക്ലീൻ ആക്കൂലേ, നോമ്പിൻ്റെ മുന്നേ, അപ്പം
നന്നായിട്ട് ഇങ്ങനെ വലിച്ചിട്ടിട്ട് അടിയെല്ലാം അടിച്ച് വാരിയതാണ്. ഇപ്പം പ്രത്യേകിച്ചിട്ട് എൻ്റെ മുടി പിന്നെ കുറച്ച് പൊടി അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ മുടി നല്ലോണം ഉണ്ടാവും ഈ ഫാൻ ഇടുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് തന്നെ പോകുന്നതാണ്. പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ എപ്പോഴും അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അങ്ങനെയെല്ലാം അടിക്കലുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ നീക്കിയിട്ട് എല്ലാം അടിച്ചിട്ട് നോമ്പിൻ്റെ മുന്നേ ആയിരുന്നു. അപ്പോൾ അതാ നല്ലോണം പൊടിയുണ്ട് കേട്ടോ, പൊടിയും മുടിയും. ഓടെ നോക്കിയെങ്കിലും ഈ ഒരു പൊടി മുടി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ട നല്ലോണം കാട്ടുണ്ട് കേട്ടോ. മുടിയാന്ന് ഈ കാണുന്നത് മൊത്തത്തിലുള്ളത്. എൻ്റേത് മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ, ഫാദുവിൻ്റെത് അത്ര ഒന്നും പോവില്ല. പക്ഷേ എൻ്റെ തലമേലുള്ള മുടി ഉണ്ടേനും ആകെ കുറച്ചേ മുടിയുള്ളൂ, അതെൻ്റെ തലമ തന്നെ ഉണ്ട്. പക്ഷേ ഈ മുടിയെല്ലാം എങ്ങനെ വരുന്നു, ഇത്ര തോനെ മുടി ഇതിൻ്റെ അടിയിൽ എങ്ങനെ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ ഉള്ള മുടി എൻ്റെ തലമ ഉണ്ട്, ആകെ കുറച്ച് മുടിയുള്ളല്ലോ. ആ ഉള്ളത് എൻ്റെ തലമ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എപ്പം ഏടുന്ന് പോകുന്നു അതൊന്നും എനിക്കറിയില്ല. എപ്പം അടിക്കുമ്പോഴും ഇതേപോലെ മുടി ഏടുന്നാലും സാധാരണ നോർമൽ നമ്മൾ ദിവസം അടിക്കുന്നല്ലേ, ആട് നല്ല കിട്ടലുണ്ട്. പിന്നെ ഈ ഒരു ചൂല് നല്ല ഉണ്ട് കേട്ടോ, എല്ലാ മൂലക്കലും ഇങ്ങനെ സോഫൻ്റെ അടിയിൽ നിന്നെല്ലാം ഇങ്ങനെ നല്ലോണം അടിച്ച് വാരിയിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ചൂല് വാങ്ങുന്ന വീഡിയോ ഞാൻ കാണിച്ചില്ലേ, ഇത് പ്ലാസ്റ്റിക് ആന്നിട്ടാ. ബിരിയാണീൻ്റെ അല്ല, അതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ചൂല് വാങ്ങിയിട്ട് വന്നെന്നെല്ലാം പറഞ്ഞില്ലേ, മാച്ചിലെന്നെല്ലാം പറഞ്ഞ്. അപ്പം ആടുന്ന് വാങ്ങിച്ച നല്ല ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഇതന്നെ നല്ല ഉപകാരമായി വാങ്ങിച്ചതെന്ന്. ഇത് എല്ലാത്തിൻ്റെ അടിക്കും നമുക്കിങ്ങനെ ഇട്ട് വലിക്കാം. പക്ഷേ മറ്റേതില്ല ബ്രഷ് പോലത്തത് നിന്നിട്ട് അടിക്കുന്നത്, അത് എല്ലാത്തിൻ്റെ അടിയിലിട്ടിട്ട് ഇങ്ങനെ പോകുന്നില്ല. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡ് വരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകുന്നില്ല. ഈ സോഫൻ്റെ അടിക്കൊന്നും പോവില്ല. പക്ഷേ ഈ ഒരു ചൂലായതുകൊണ്ട് സോഫൻ്റെ അടിക്കെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതന്നെ വാങ്ങിച്ച് നല്ലതായിന്ന്. പൊടി തട്ടാനെല്ലാം നല്ല ചൂല് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഫാനുമ്പോൾ നല്ല പൊടി തട്ടിയത് ഈ ഒരു ചൂല് കൊണ്ട് തന്നെ. പിന്നെ ഈ ലൈറ്റ് അതിമലെല്ലാം പൊടി ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിമലെല്ലാം ഞാൻ പൊടി തട്ടിയത് ഈ ഒരു ചൂലും വെച്ചിട്ട് തന്നെയാണ്. മറ്റേ ബ്രഷ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാല കേട്ടോ. അപ്പം നല്ല ഇത് വാങ്ങിച്ചത്, ഇങ്ങനെ പൊടിയെല്ലാം തട്ടാലോ. അപ്പോൾ അതാ എൻ്റെ അടിച്ച് വാരലെല്ലാം പൊടി തട്ടലും അടിച്ച് വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടക്കലാണ്. ഇട്ട മാറ്റ് ആ ഒരു മാറ്റ് തന്നെ ഉള്ളൂ, നാട്ടിലത്തെ പോലെ 2-3 ഒന്നും ഇല്ല കേട്ടോ. ചേഞ്ച് ആക്കിയിട്ട് വേറെ ഇട്ടിട്ട് നമ്മളത് വാഷാക്കിയിട്ട് പിന്നെ അത് എടുത്തേക്കലല്ലേ. അപ്പം എൻ്റെ അടുത്ത് ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ അവിടെ മാറ്റ്. അപ്പോൾ അത് വാഷാക്കി രാത്രി തന്നെ ഞാൻ വാഷാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അവിടെ ഭയങ്കര ചൂടല്ലേ, അവിടെ ബാൽക്കണിയിൽ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതന്നെ പിന്നെ ഉണങ്ങിയാൽ ഇടലിട്ടാ. ഇനിയിപ്പോൾ അതാ ഒന്നായിട്ടൊന്ന് തുടച്ചെടുക്കാന്നുണ്ടെങ്കിലും ആദ്യമേ ഞാൻ കുറച്ച് സർഫും പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളത്തിൽ തന്നെ വെള്ളം മോപ്പിൽ കൂടുതലാക്കിയിട്ട് വെള്ളം അധികം പിയ്യാതെ തുടച്ചെടുക്കും. കുറച്ച് സർഫും പൊടി ഇട്ടിട്ട് ഒരിത്തിരി ഇട്ടാൽ നല്ലോണം ഇടല, അപ്പോൾ പൊടിയെല്ലാം പെട്ടെന്ന് വരും. എന്നിട്ട് സെക്കൻഡ് നല്ല വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കും, അപ്പോൾ നല്ല ക്ലീൻ ആവും. സെക്കൻഡ് തുടച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ്, നല്ല സ്മെല്ലുള്ള ലിക്വിഡ് വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കാന്നുണ്ടാ ചെയ്യൽ. ഇപ്പം ദാ തുടക്കലും തട്ടിക്കൊട്ടലും ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ടാണ് അതെല്ലാം ഒഴിവാക്കിയിട്ട് വേറെ വിരിച്ചിട്ടുണ്ട്, അതെല്ലാം വാഷാക്കാനിട്ടിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ മാഷാ അല്ലാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഒന്ന് വിരിച്ചിട്ട് ഇങ്ങനെ കാണുമ്പോഴല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പം നമ്മളെ സെറ്റിങ്സില്ലേ നമ്മളെ ഇഷ്ടത്തിന് ചേഞ്ച് ആക്കുക. ഇവിടെ ഇപ്പം എനിക്കില്ലേ സ്ഥലമില്ലേ, എല്ലാം ഒരേ ഒരു സെറ്റിങ്ങിൽ അങ്ങനെ നേരെ ഇരിക്കുകയാണ്. അപ്പോൾ കിച്ചണിലെല്ലാം ഞാൻ സെറ്റിങ്ങെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സെറ്റാക്കലുണ്ട് കേട്ടോ. അതേപോലെയല്ല ഇവിടെ ഈ സോഫ ഈ ഒരു സൈഡൊക്കെ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റിങ്ങിൽ തന്നെ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടാണ് അങ്ങനെ. ഇനി ഞാനില്ലേ ജീരക മൈലാഞ്ചി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതുപോലെ ചെയ്താൽ നല്ലോണം നീരെല്ലാം കിട്ടും, നല്ല കട്ടിയുള്ള നീരായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബെടക്കായൊരു കുക്കറായിരുന്നു കേട്ടത്, അത് ഒഴിവാക്കിയതിന്. അപ്പോൾ അതിലാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുന്നെല്ലാം അതിൽ തന്നെ ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ കറുപ്പ് അടയാളം കാണുന്നില്ലേ. അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളതില്ലേ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. ഇതാ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്.
അത് ഒരു കട്ടിയില്ലാത്തൊരു കുക്കറായിരുന്നു, ഇവിടെ ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, കുണ്ടുള്ള ചട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ടില്ലേ ഈ ഒരു കുക്കറിൻ്റെ സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു മിക്സിലെ പഞ്ചസാരൻ്റെയും ചായപ്പൊടിൻ്റെയും മിക്സ് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സൈഡിൽ മാത്രം ഇട്ടാൽ നടുവ് ഇട്ടുകൊടുക്കരുത്, സൈഡിലായിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, സെൻറ്ററിൽ ഇട്ട് കൊടുക്കാതെ നോക്കുക, എന്നാലും എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതാ സെൻറ്ററിൽ ഇതാ ആ ഒഴിവുള്ള സ്ഥലത്തില്ലേ ഇതുപോലത്തെ കുറച്ച് പരന്ന കുണ്ടുള്ള സ്റ്റീലിൻ്റെ പാത്രം വെക്കുക കേട്ടോ. കുറച്ച് പരന്ന് തന്നെ വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്കെല്ലാം വെള്ളം ഇറ്റിപ്പോവും. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ആവി ഇറ്റി പോലിട്ട് ആ വെള്ളമാണ് നമ്മൾ മൈലാഞ്ചായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ കടായില്ലേ, ഇതുപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ. അപ്പം ഇത് നല്ല വെയിറ്റുള്ള ചട്ടിയാണല്ലോ, അപ്പോൾ അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ. അപ്പം ഇതുപോലത്തെ ചട്ടി ആകുമ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കൂർത്തിട്ടല്ലേ വരുന്നത്, ആ കൂർപ്പില്ലേ ഈ അടിയിലൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ചട്ടീൻ്റെ ആ ഒരു അടിഭാഗം കണ്ടില്ല കൂർപ്പ്, ആ കൂർപ്പും ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം കറക്റ്റ് ലെവലായിരിക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇറ്റുന്നത് ആ കൂർപ്പിലൂടാവും, ചട്ടീൻ്റെ അടിഭാഗത്ത് കൂടാവും. അപ്പം നേരെ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചട്ടി എടുക്കുന്നത്. എന്നിട്ട് ഇതാ നിറച്ച് വെള്ളം എടുക്കണം കേട്ടോ ആ ചട്ടിയിൽ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആവി പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ വെള്ളം കിട്ടും. ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. തീ കുറക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെള്ളത്തിന് ഒരു പുക ഇങ്ങനെ വരാൻ തുടങ്ങും, ചെറുതായിട്ടൊരു കുമിളകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ആ ഒരു ടൈമിലില്ലേ അതിൽ നിന്ന് ഒരു കുറച്ച് തോനെ വെള്ളം ഒഴിവാക്കിയിട്ട് അതിലേക്ക് സാധാരണ വെള്ളം പിന്നെയും നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെയും നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതും പുക ഇങ്ങനെ വരാൻ തുടങ്ങും, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. ആ ഒരു ടൈമിലില്ലേ മുകളിലത്തെ ചട്ടി വെല്ലം അങ്ങോട്ട് പൊന്തിച്ചാൽ മതി, എന്നിട്ട് തീ ഓഫാക്കിയാൽ മതി. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് കുറേ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല കറുപ്പ് വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ വിരലുമിട്ടിട്ട് നല്ലോണം ഒരു വട്ടമിട്ടപ്പോൾ തന്നെ നല്ലോണം ചോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമില്ല, ഞാൻ കഴിഞ്ഞ ചെറിയൊരുനാൾക്ക് ഉണ്ടാക്കി വെച്ചത് 2-3 ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ കിട്ടുമല്ലേ. അപ്പം ഇത് ഇങ്ങനെ ചൂടാറിയതിന് ശേഷം ഒരു ചെറിയൊരു ഏതെങ്കിലും ചെറിയ നല്ല മൂടിയുള്ളൊരു പാത്രത്തിലില്ലേ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, സൂക്ഷിച്ചിട്ട് വെക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് മൈലാഞ്ചി ഇടുന്നത് ആ ഒരു ടൈമിൽ ഇത് കുറച്ചെടുക്കുക, എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇടുക, എന്നിട്ട് നികത്തുമ്പോൾ ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട നല്ല കറുപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിലർക്കൊന്നും അത് നന്നാവലില്ല, വെള്ളം കറക്റ്റ് കിട്ടുന്നില്ല എന്നെല്ലാം പറയലുണ്ട്. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ ആവി പുറത്തേക്ക് പോവാതെ നോക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ വെക്കലാം, എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു 5-6 മാസം ഇരിക്കും കേട്ടോ. അത് നല്ല ചൂടൊന്നും കൂടുതൽ അടിക്കാത്ത ഭാഗത്ത് വെച്ചാൽ മതി, വറ്റി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നികത്തുമ്പോൾ പോകുമ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇടലാന്ന് കേട്ടോ. ഇനി നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അതിൻ്റെ മുന്നായിട്ട് ഞാൻ 2 നൈറ്റി കാണിക്കാം. ഇത് എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ, അല്ലെ നിന്ന് എടുത്തതാണ്. അപ്പം അവിടെ കുറേ നൈറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉമ്മ ഉപ്പ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പം അവരുടെ അടുത്ത് 2 ദിവസം നിന്നെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിൽ, അപ്പം ഞാൻ കൊണ്ടുവന്നതാണിത്. കണ്ട വൈറ്റ് ലേസ് എല്ലാം വന്നിട്ട് ഇത് ഉമ്മാൻ്റെ ഒരളവിനെടുത്തതാണ് കേട്ടോ. ഇത് 34 ആണ്, ഇത് 36 ആണ്. ഇത് എനിക്കെടുത്തതാണ്. ഇത് എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇടാൻ. പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ആക്കലുണ്ട്, ഇത്താ നിങ്ങൾ നെയ്റ്റ് ഇടണ്ട എന്തോ പോലെ ഉണ്ട് എന്നല്ല. പക്ഷേ ഇത് ഇട്ടാൽ അതിൻ്റെ സുഖം അറിഞ്ഞാലില്ലേ ഇത് തന്നെ ഇടുള്ളൂ. ഇവിടെ അറബീസ് എല്ലാം യൂസ് ആക്കല് ഇതുപോലത്തെ നെയ്റ്റിയാണ് കേട്ടോ. അപ്പം നല്ല ഉണ്ട്. ഇത് ഷിഫോണിൻ്റെ എന്തോ ഒരു തുണിയാണ് കേട്ടോ, ഏത് തുണീൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല, എന്തായാലും നമ്മൾ വാഷാക്കി എത്ര കാലം യൂസ് ആക്കിയാലും ഒന്നും ആവാത്ത തുണിയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടാ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.